أبي أمامة الباهلي رضي الله عنه قال قال رسول الله صلى الله عليه وسلم فإذا أنا بقوم معلقين بأراكبهم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മിഅ്റാജ് യാത്രയിലുണ്ടായ ഒരു അനുഭവമാണ് പറയുന്നത്. അവിടുന്ന് പറയുകയാണ്, ഞാനും എൻ്റെ കൂടെ ജിബ്രീലുണ്ട്, മീകായിലുണ്ട്. ഞങ്ങളിങ്ങനെ നരകത്തിലെ കാഴ്ചകൾ കണ്ടിങ്ങനെ പോകുമ്പോൾ ഒരു കാഴ്ചകൾ വല്ലാതെ ഭീതിപ്പെടുത്തുന്നൊരു കാഴ്ചയായിരുന്നു. ഒരു കൂട്ടം ആളുകളെ ഇങ്ങനെ മുഅല്ലഖീന കെട്ടിത്തൂക്കിയിരിക്കുകയാണ്, ബിഅറാഖിബിഹിം തലകീഴായിട്ട് കെട്ടിത്തൂക്കിയിരിക്കുകയാണ് നരകത്തിൽ. അവരുടെ ഈ മടമ്പകാലം തുളച്ചിട്ട്, ഈ അറവുശാലയെല്ലാം പോത്തിന്റെ കുറവ് തൂക്കിയിടും പോലെ മടമ്പകാലം തുളച്ചിട്ട് ഇങ്ങനെ തലകീഴായി തൂക്കിയിട്ടിരിക്കുകയാണ്. അല്ലാഹു കാത്തിരട്ടെ. മുഷക്കക്കത്തിന് അഷ്ദാഖും കടവായിൽ എങ്ങനെ കീറിയിട്ടുണ്ട്, രണ്ട് കടവാഴ കീറിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തസ്സീലു തമാം രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭീകരമായ കാഴ്ച കണ്ടപ്പോൾ ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, മൻഹും, ആരാണ് ഇവരെന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഹൗലാഹില്ലദീന യുഫ്തിറൂന ഖബ്ല തഹല്ലത്തി സിയാമിഹിം. ഇവർ നോമ്പുപിടിച്ച ആൾക്കാരാണ്, റമദാനിൽ നോമ്പുപിടിച്ചവരാണ്, അവർക്കാണ് ഈ ശിക്ഷ. എന്താണ് ഇവർ ചെയ്ത തെറ്റ്? സമയമാകുന്നതിന് മുമ്പ് അവർ നോമ്പ് മുറിക്കും. എന്താണ് ഇവർ ചെയ്ത തെറ്റ്? നോമ്പ് നിയ്യത്ത് വെച്ച് നോമ്പ് പിടിച്ചു, അസ്തമയാകുന്നതിന് മുമ്പായിട്ട് ഒരു നോമ്പ് മുറിക്കും. അതാണ് ഇവർ ചെയ്ത തെറ്റ്. നോമ്പ് പിടിക്കാത്തതുകൊണ്ട് നരകത്തിൽ പോയവരല്ല, നോമ്പ് പിടിച്ച് നരകത്തിലെത്തിയ ആളുകൾക്ക് കിട്ടുന്ന ശിക്ഷയാണ്. അതുകൊണ്ട് നോമ്പ് തുറക്കുന്നത് അസ്തമയം ഉറപ്പായതിനു ശേഷമായിരിക്കും. മോദിന്റെ ബാങ്ക് കേട്ടാൽ നോമ്പ് കുറിക്കാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിശ്വസ്തനായ മോദിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സമയമായതിനു ശേഷം മാത്രം ബാങ്ക് വിളിക്കുന്ന വിശ്വസ്തരായ മോദിന്മാരുടെ ബാങ്കിനെ മാത്രമേ ആശ്രയിക്കാവൂ എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അസ്തമയം വരെ നോമ്പ് കുടിച്ചു, 1 മിനിറ്റോ 2 മിനിറ്റോ 5 മിനിറ്റൊക്കെ നേരത്തെ നോമ്പ് തുറന്നു നോമ്പ് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് സ്വർഗമല്ല ലഭിക്കുന്നത്, നരകത്തിലെ ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത്. തന്നെയല്ല, അസ്തമയം ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ നോമ്പ് ബന്ധിപ്പിക്കാനും പാടില്ല. പ്രവാചകൻ പറയുന്നുണ്ട്, ലാ യസാലുന്നാസു ബിഖൈരി മാ അജ്ജലുൽ ഫിത്ര. സമയമായി കഴിഞ്ഞാൽ ഉടനെ നോമ്പ് മുറിക്കുന്ന ഒരു സ്ഥിതി അത് ഈ സമുദായത്തിലുള്ള കാലത്തോളം ഈ സമുദായത്തിന് നന്മയായിരിക്കും. സമയമായ പിന്നെ ബന്ധിപ്പിക്കാനും പാടില്ല. സാധാരണ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു രീതിയാണ്, ബാങ്ക് വിളിച്ചാലും നോമ്പ് തുറക്കൂല, പിന്നെ അതിലേക്ക് മാറി ഇങ്ങനെ നടന്നിട്ട് 2, 3, 5 മിനിറ്റൊക്കെ താമസിപ്പിക്കും. അത് ശരിയല്ല. സമയമായ ഉറപ്പായാൽ ഉടനെ ഒരു കാരൊക്കെ കൊണ്ട് നോമ്പ് മുറിച്ചിരിക്കണം. ഭക്ഷണം പിന്നെ കഴിച്ചാലും മതി, അത് ബന്ധിപ്പിക്കാൻ പാടില്ല. ഈ സമുദായത്തിന്റെ നന്മയുടെ, സമൂഹത്തിന്റെ നന്മയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ പഠിച്ചവരെ നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഈ വിശുദ്ധ മാസത്തെ നമ്മുടെ അനുകൂല സാക്ഷിയാക്കി മാറ്റുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹി വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.